ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് ജൂൺ മാസത്തിലെ അവസാനത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ്. അതായത് ജൂൺ 22 തൊട്ട് 30 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ജൂൺ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ കാര്യങ്ങളും കറണ്ട് അഫയേഴ്സും, രണ്ടാമത്തെ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സും, മൂന്നാമത്തെ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സും എല്ലാം നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിന്റെ പേരെന്താണ്? ലേണിനോ ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മുടെ ചാനലിന്റെ പേര്. എന്തുകൊണ്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, വൈ ആസ്ക് യു ടു സബ്സ്ക്രൈബ് അവർ ചാനൽ? എന്താണ്, നമ്മൾ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ മന്ത്ലി കറണ്ട് അഫയേഴ്സ്. ഡെയിലി കറണ്ട് അഫയേഴ്സ് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. വീക്ക്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇയർലി കറണ്ട് അഫയേഴ്സും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്, അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. Who is the first Malayali to join the Indian women's football team after 1999? അതായത് 1999 ശേഷം ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ എത്തുന്ന ആദ്യ മലയാളി ആരാണ് എന്നാണ് ചോദ്യം. The right answer is P. Malavika. P. Malavika, a footballer from Kasaragod, Kerala, is indeed the first Malayali to join the Indian women's senior football team in 26 years. 26 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ വിമൻസ് ഫുട്ബോൾ ടീമിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്, കളിക്കാൻ സാധിക്കുന്നത്. ആർക്കാണത്? പി മാളവികയ്ക്കാണ്. ഇതിനു മുന്നേ ബെൻജില ഡി കോത്ത being the last Kerala player to represent India before her. She made her debut for the national team in a match against Mongolia during the AFC Women's Asian Cup qualifiers in ജൂൺ 2025. അപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്? തായ്ലൻഡിൽ നടക്കുന്ന ഏഷ്യ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിനുള്ള ഇന്ത്യൻ ടീമില് മലയാളി താരം പി മാളവികയും ഉണ്ട് അല്ലെ. നീലേശ്വരം ബംഗളം സ്വദേശിയാണ് 21-കാരിയായിട്ടുള്ള മാളവിക. ബാംഗ്ലൂരില് ഒരു മാസത്തെ പരിശീലനത്തിന് ശേഷം ഉസ്ബെക്കിസ്ഥാനെതിരെയുള്ള സൗഹൃദ മത്സരത്തിൽ മികച്ച പ്രകടനമാണ് ഫോർവേഡ് ആയിട്ടുള്ള മാളവിക കാഴ്ചവെച്ചിരുന്നത്. 1999 ശേഷം ഇന്ത്യൻ വനിതാ ടീമിൽ എത്തുന്ന മലയാളിയാണ് മാളവിക. നമ്മൾ പറഞ്ഞല്ലോ, കൊച്ചി സ്വദേശി ബെൻജില ഡിക്കോത്തയാണ് ഇതിനു മുൻപ് ഇന്ത്യൻ ടീമിൽ കളിച്ച മലയാളി അല്ലെ. 23-ന് മംഗോളിയക്കെതിരെയാണ് ആദ്യ മത്സരം നടക്കാനായിട്ട് പോകുന്നത്. ഗ്രൂപ്പ് ജേതാക്കളായാലും അടുത്ത വർഷം മാർച്ചിൽ ഓസ്ട്രേലിയയിൽ നടക്കുന്ന ഏഷ്യ കപ്പിലും പങ്കെടുക്കാനായിട്ട് സാധിക്കും. മുൻ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരം ക്രിസ്പിൻ ഛേത്രിയാണ് മുഖ്യ പരിശീലക. മലയാളിയായിട്ടുള്ള പി വി പ്രിയയാണ് സഹപരിശീലക. ബംഗളത്തെ കക്കാട് ഗവ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു മാളവികയുടെ +2 വരെയുള്ള പഠനം നടന്നിട്ടുണ്ടായിരുന്നത്. മാളവികയ്ക്ക് 11 വയസ്സുള്ളപ്പോഴായിരുന്നു അച്ഛൻ പ്രസാദിന്റെ മരണം സംഭവിക്കുന്നത്. അമ്മ മിനിയുടെ മേൽനോട്ടത്തിലാണ് പഠനവും പരിശീലനവും എല്ലാം നടന്നിട്ടുള്ളത്. തൃശൂർ കാർമൽ കോളേജില് ബികോം വിദ്യാർത്ഥിയാണ് മാളവിക. സഹോദരൻ സിദ്ധാർത്ഥ ലണ്ടനിലെ MBA വിദ്യാർത്ഥിയുമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയ ടീമുകളിൽ മികച്ച പ്രകടനമാണ് ഇന്ത്യൻ ടീമിൽ ഇടം കിട്ടുന്നതിലേക്ക് നയിച്ചിട്ടുള്ളത് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം. Who became the 634th astronaut to reach space? അല്ലെ, സ്പേസിൽ എത്തുന്ന 634ാമത്തെ astronaut ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? The right answer is ശുഭാംശു ശുക്ലയാണ് അല്ലെ. 634 നമ്പർ, നല്ല നമ്പർ അല്ലെ. 634 astronaut to travel to space. അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നോക്കാം. 28 മണിക്കൂർ, എത്ര മണിക്കൂറാണ്? 28 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ശുഭാംശു ശുക്ലയും 3 സഹസഞ്ചാരികളും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തിയിരിക്കുകയാണ് അല്ലെ. പുതിയ അതിഥികളെ നിലയത്തിലെ മറ്റ് 7 അന്തേവാസികൾ ആഘോഷപൂർവ്വമാണ് വരവേറ്റത്. ശുഭാംശു ഉൾപ്പെടെ ആക്സിയം 4 ദൗത്യത്തിലെ 4 പേരും ഇനി എത്ര ദിവസമായിരിക്കും അറിയാം അവിടെ തങ്ങാൻ പോണ? 14 ദിവസം. അതുപോലെ തന്നെ 60ഓളം പരീക്ഷണങ്ങളും നടത്തുമെന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ആക്സിയം 4 ദൗത്യത്തിന്റെ കമാൻഡർ ആയിട്ടുള്ള പെഗി വിക്സിനാണ് ആദ്യം അവിടെ പ്രവേശിച്ചത്. തൊട്ടു പിന്നാലെ ശുഭാംശു കയറിയതോടെ ബഹിരാകാശ നിലയത്തിലെ ആദ്യ ഇന്ത്യക്കാരൻ എന്ന ചരിത്രം പിറന്നിരിക്കുകയാണ്. ഇന്നലെ ഇന്ത്യൻ സമയം വൈകിട്ട് 4ഓടെ ഇവർ സഞ്ചരിച്ച സ്പേസ് എക്സ് ഡ്രാഗൺ പേടകം നിലയത്തിന്റെ ഹാർമണി സെനറ്റ് കവാടവുമായി ബന്ധിച്ചു. അതുപോലെ തന്നെ ഡോക്കിംഗ് നടന്നത് ഏകദേശം 4:15ഓടെയാണ്. തുടർന്ന് ആശയവിനിമയത്തിനും ഊർജ കൈമാറ്റത്തിനുള്ള സംവിധാനങ്ങളും പ്രവർത്തനക്ഷമമാക്കി. 1.25 മണിക്കൂറിന് ശേഷം 6:10-ന് യാത്രികർ നിലയത്തിലേക്ക് കയറുകയുണ്ടായി. രാജ്യാന്തര ബഹിരാകാശ നിലയവുമായി താരതമ്യം ചെയ്യുമ്പോൾ
ചെറിയ പേടകമാണ് ഏത് ഡ്രാഗൺ ക്രൂ മൊഡ്യൂൾ എന്ന് പറയുന്നത്. യാത്രികരിക്കുന്ന അവസ്ഥയിലായിരിക്കും വിക്ഷേപണം. എന്നാൽ യാത്രക്കിടെ പേടകത്തിനുള്ള യാത്രികർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനാകും. ഓക്കെ. യാത്രാമധ്യേ ബിഗ് ലൂപ്പ് എന്ന നാസയുടെ ആശയവിനിമയ സംവിധാനം തകരാറിലായപ്പോൾ യാത്രികർ തന്നെ അത് പരിഹരിച്ചിരുന്നു. പേടകത്തിനുള്ളിൽ തെന്നി നീങ്ങിയാണ് ഇത് സാധിച്ചത്. വിക്ഷേപത്തിന് ശേഷം യുഎസിലെ ഹൂസ്റ്റണിലുള്ള മിഷൻ കൺട്രോൾ സെന്ററിലാണ് യാത്ര നിയന്ത്രിച്ചത്. അദ്ദേഹം പറയുന്നത് അവിടെ ഒരു കുഞ്ഞിനെ പോലെയാണ്. കാര്യം എന്താണ്? നടക്കാൻ പരിശീലിക്കുന്നു അല്ലെ, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ പരിശീലിക്കുന്നു, ഗ്രാവിറ്റേഷൻ ഫോഴ്സിൽ ജീവിക്കാൻ പഠിക്കുന്നു. ആദ്യ ചുവടുവയ്പിലെ പിഴവുകൾ പോലും അവർ പരസ്പരം ആസ്വദിക്കുന്നു എന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഏറ്റവും അഭിമാനപൂർവ്വമാണ് അല്ലെ അവരുടെ പാരന്റ്സിന്. ശുഭാംശു ശുക്ല എവിടെ നിന്നാണ്? ലക്നൌവിൽ നിന്നാണ് കേട്ടോ. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ശുഭാംശുവിന്റെ ഗൃഹപ്രവേശം അദ്ദേഹത്തിന്റെ നാടായ ലക്നൌവിന് ആഘോഷമായി മാറിയിരിക്കുകയാണ്. അച്ഛന്റെ പേര് ശംഭു ദയാൽ ശുക്ല എന്നാണ്, അമ്മ ആശ ശുക്ല. മറ്റു ബന്ധുക്കളും സുഹൃത്തുക്കളും പഴയ അധ്യാപകർ തുടങ്ങിയ എല്ലാവരും ശുഭാംശു പഠിച്ചിട്ടുള്ള സിറ്റി മോണ്ടിസോറി സ്കൂളിൽ ഒത്തുകൂടിയിരുന്നു. ഡോക്കിംഗ് പൂർത്തിയായതോടെ എല്ലാവരും ഹർഷാരവം മുഴക്കി. 1984 രാകേഷ് ശർമ്മയുടെ യാത്രയ്ക്ക് ശേഷം 1984 ശ്രദ്ധിക്കുക 1984 അതിലെ രാകേഷ് ശർമ്മയുടെ യാത്രയ്ക്ക് ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പൗരൻ ബഹിരാകാശത്തെത്തുന്നത്. ബഹിരാകാശത്തെത്തുന്ന 634ാമത്തെ ആളാണ് ആര്? ശുഭാംശു ശുക്ല. ഓക്കെ. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യമാണ് അല്ലെ. ഹു റീച്ച്ഡ് ദ 4th പൊസിഷൻ ഇൻ വേൾഡ് ചെസ് റാങ്കിങ്സ്? ആരാണ് വേൾഡ് ചെസ് റാങ്കിങ്ങില് 4th പൊസിഷൻ നേടിയിരിക്കുന്നത്? ആരാണ് എന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് രമേശ് ബാബു പ്രജ്ഞാനന്ദ. ഓക്കെ. അതുപോലെ തന്നെ ഹി ബിക്കം ദ ഇന്ത്യസ് നമ്പർ 1 ചെസ് പ്ലെയർ. ഇന്ത്യയുടെ രമേശ് ബാബു പ്രജ്ഞാനന്ദ ലോക ചെസ് റാങ്കിങ്ങില് 4ാമത് എത്തിയിരിക്കുകയാണ്. ഉസ്ബെക്കിസ്ഥാനിൽ സമാപിച്ച ചെസ് കപ്പിലെ കിരീട നേട്ടത്തോടെയാണ് ലൈവ് റേറ്റിംഗിൽ ലോക ചാമ്പ്യൻ ദൊമ്മരാജു ഗുഗേഷിനെയും അർജുൻ എരികെയിൻസിനെയും പ്രജ്ഞാനന്ദ മറികടന്നത്. ഇതോടെ ഇന്ത്യയുടെ 1ാം നമ്പർ താരവുമായി മാറി. ആദ്യമായാണ് പ്രജ്ഞാനന്ദ ഈ നേട്ടം കൈവരിക്കുന്നത്. ലോക റാങ്കിങ്ങില് മാഗ്നസ് കാൾസൺ, ഹിക്കാരു നകാമുറ, ഹാബിയാന കരുവാൻ എന്നിവരാണ് ആദ്യ 3 സ്ഥാനങ്ങൾ ഉള്ളത്. അവസാന റൗണ്ടില് നോദി ബ്രെക് അബുസ്താറോട് തോൽപ്പിച്ച പ്രജ്ഞാനന്ദ ടൂർണമെന്റില് തുല്യ പോയിന്റ് നേടിയ അബ്ദുസെത്തറോവ്, ജൊവാക്കിം സിന്ദറോവ് എന്നിവരെ ടൈ ബ്രേക്കറിൽ മറികടന്നാണ് ചാമ്പ്യൻ ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ. അപ്പൊ ഹു റീച്ച്ഡ് ദ 4th പൊസിഷൻ ഇൻ വേൾഡ് ചെസ് റാങ്കിങ്സ്? എന്താണ്? രമേശ് ബാബു പ്രജ്ഞാനന്ദ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 4ാമത്തെ ചോദ്യം. വെൻ ഈസ് ഇന്റർനാഷണൽ യോഗ ഡേ സെലിബ്രേറ്റഡ് എവറി ഇയർ? എന്നാണ് ഇന്റർനാഷണൽ യോഗ ഡേ? എന്നാണ് ചോദ്യം. എന്നാണ്? The right answer is June 21st. ജൂൺ 21st ഇന്റർനാഷണൽ യോഗ ഡേ. അതിന്റെ തീം എന്താണ്? യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്നുള്ളതാണ് അതിന്റെ തീം എന്ന് പറയുന്നത്. ഇതിൽ സിമ്പിൾ കണ്ടോ? ഈ സിമ്പിൾ കൊണ്ട് അല്ലെങ്കിൽ ഈ ലോഗോ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്റർനാഷണൽ യോഗ ഡേ ലോഗോ മീനിങ് അല്ലെ? ജോയിനിങ് ഹാൻഡ്സ് ഉണ്ട് അല്ലെ? ജോയിനിങ് ഹാൻഡ്സ് മീൻസ് യൂണിയൻ. അതുപോലെ തന്നെ ഓറഞ്ച് ഹലോ എന്ന് പറഞ്ഞ ഫയർ എലമെന്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഗ്ലോബ് വൺനെസ് ആൻഡ് ഗ്രീൻ ലീവ്സ് ഇസ് എ നാച്ചുർ, ബ്രൗൺ ലീവ്സ് ഇസ് ദർ, ബ്ലൂ ഹ്യൂമൻ ആർട്ട് വാട്ടർ ഇൻ ദ ബോഡി എന്നുള്ളതാണ്. അപ്പൊ യോഗ ഫോർ ഹാർമണി ആൻഡ് പീസ് ആൻഡ് ദ തീം ഫോർ ഇന്റർനാഷണൽ യോഗ ഡേ എന്ന് പറയുന്നത് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്നുള്ളതാണ്. ജോയിനിങ് ഹാൻഡ്സ് യൂണിയൻ, ഓറഞ്ച് ഫയർ എലമെന്റ്, ഗ്ലോബ് വൺനെസ്, ഗ്രീൻ ലീവ്സ് എന്താണ്? നാച്ചുർ ആണ്. ബ്രൗൺ ലീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിനെയാണ്. ബ്ലൂ ഹ്യൂമൻ ആർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാട്ടർ ഇൻ ഹ്യൂമൻ ബോഡി. ഓക്കെ. അടുത്ത ചോദ്യം. Where has Maruti Suzuki recently opened India's largest planned railway terminal? The right answer is Haryana. Maruti Suzuki opens India's largest planned railway site in Haryana. Okay. അപ്പൊ ഹരിയാനയെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയാനായിട്ടുള്ളത്? പുരാതന കാലത്ത് ബഹുദാനിക എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് ഹരിയാന അല്ലെ? ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. ഇന്ത്യയുടെ ഡെൻമാർക്ക് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. പൊതുവിതരണത്തിന് സ്മാർട്ട് കാർഡ് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ്. ടൂറിസ്റ്റ് കോംപ്ലക്സുകൾക്ക് അവിടെ പക്ഷികളുടെ പേരാണ് നൽകിയിരിക്കുന്നത്. ഓരോ ടൂറിസ്റ്റ് കോംപ്ലക്സിനും പക്ഷികളുടെ പേര് നൽകിയിരിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് മക്കളെ? ഹരിയാന കേട്ടോ. സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ്. അവിടെ വികലാംഗർ എന്ന പദം ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. വികലാംഗർ എന്ന പദം നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹരിയാനയാണ്. ഇനി വീട്ടിലെ ശൗചാലയം ഇല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്കുള്ള സംസ്ഥാനമാണ് ഹരിയാന.
മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി നിലവിലുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും ഹരിയാന തന്നെയാണ്. എല്ലാ വോട്ടർമാർക്കും തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ്. മുഴുവൻ വോട്ടർ പട്ടികയും കമ്പ്യൂട്ടറിൽവൽക്കരിച്ച ഇന്ത്യൻ സംസ്ഥാനവും ഏത് തന്നെയാണ്? ഹരിയാന തന്നെയാണ്. രൂപീകരിച്ചത് 1986 നവംബർ 1-നാണ്. ഔദ്യോഗിക പക്ഷി ബ്ലാക്ക് ഫ്രാങ്കോളിൻ, ഔദ്യോഗിക പുഷ്പം താമര, ഔദ്യോഗിക ഭാഷ ഹിന്ദി. ഇന്ത്യയിൽ ആദ്യമായിട്ട് മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിക്കാറുണ്ട്. അത് ഏതാണ്? ഹരിയാന തന്നെയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം. നെയിം ദ ഓപ്പറേഷൻ ഇന്ത്യ ലോഞ്ച്. നെയിം ദ ഓപ്പറേഷൻ ഇന്ത്യ അല്ല കേട്ടോ. നെയിം ദ ഓപ്പറേഷൻ ഇന്ത്യ ലോഞ്ച് ടു ഇവാക്യുവേറ്റ് ഇന്ത്യൻ നാഷണൽസ് ഫ്രം ഇറാൻ. എന്താണ് പേര്? ഓപ്പറേഷന്റെ പേര് എന്തായിരുന്നു? The right answer is Operation Sindhu. Government launches Operation Sindhu to evacuate Indians from Iran. എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധു എന്ന് പേര് കൊടുക്കാനുള്ള കാരണം എന്താണ്? എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? ഓപ്പറേഷൻ സിന്ധു June 27, 2025. In view of the recent development in West Asia, the government of India launched Operation Sindhu on 18 June to evacuate Indian nationals from conflict zones in Iran and Israel. അല്ലെ, എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? ജൂൺ 18-നാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ ഓപ്പറേഷൻ സിന്ധു. എത്ര ഇന്ത്യൻസിനെയാണ് നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്? ഓപ്പറേഷൻ ഹാസ് സക്സസ്ഫുള്ളി ഇവാക്യുവേറ്റഡ് ഓവർ 4415 Indian nationals so far. ഓപ്പറേഷൻ നെയിം സിഗ്നിഫിക്കൻസ്. എന്തുകൊണ്ടാണ് ആ സിന്ധു എന്ന് പേര് കൊടുക്കാനുള്ള കാരണം? ആഫ്റ്റർ ദി ഇൻഡസ് റിവർ അല്ലെ, ഓപ്പറേഷൻ സിന്ധു ആഫ്റ്റർ ദി ഇൻഡസ് റിവർ സിംബലൈസിംഗ് ദ ഷെയർഡ് കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ ഹെറിറ്റേജ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ബ്രോഡർ വെസ്റ്റ് ഏഷ്യൻ റീജിയൻ. ഇൻഡസ് റിവർ എന്താണ് സിംബലൈസ് ചെയ്യുന്നത്? അതിന്റെ കൾച്ചർ, അതുപോലെ തന്നെ സിവിലൈസേഷൻ ഹെറിറ്റേജ്. ഏത് രാജ്യങ്ങൾ തമ്മിൽ? ഇന്ത്യയും അതുപോലെ തന്നെ ബ്രോഡർ വെസ്റ്റേൺ ഏഷ്യൻ റീജിയനും തമ്മിലുള്ള കൾച്ചറും സിവിലൈസേഷൻ ഹെറിറ്റേജിനും സിംബലൈസ് ചെയ്യുന്ന ഇൻഡസ് റിവറിന്റെ പേരാണ് നമ്മൾ എന്തിക്ക് കൊടുത്തിട്ടുള്ളത്? ഓപ്പറേഷൻ സിന്ധു കൊടുത്തിട്ടുള്ളത്. എന്നായിരുന്നു? June 7, 2025. വളരെ റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ നമ്മുടെ ചാനൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലെ. അടുത്തത് 7ാമത്തെ ചോദ്യം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ റീസെന്റ് ഡിസ്കവർഡ് എ നിയോലിത്തിക് റോക്ക് ഗ്രൂവ് ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഓഫ് തമിഴ്നാട്? The right answer is Kanyakumari. The Archaeological Survey of India ASI recently discovered Neolithic rock grooves in the Kanyakumari district of Tamil Nadu. These grooves found near Budabandi village are estimated to be around 4000 years old. 4000 വർഷം പഴക്കമുള്ള കല്ലുകളാണ് കന്യാകുമാരിയിൽ കണ്ടെത്തിയിരിക്കുന്നത് കേട്ടോ. 4000 വർഷം പഴക്കമുള്ള കല്ലുകൾ. ഓക്കെ, years old and we are likely to use for the sharpening weapons. Okay. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. Who is the first female chief of MI6 എന്നുള്ളതാണ് ചോദ്യം. ഈ MI6 എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് ചാര ഏജൻസിയാണ്. മിലിറ്ററി ഇന്റലിജൻസ് സെക്ഷൻ 6. മിലിറ്ററി ഇന്റലിജൻസ് സെക്ഷൻ 6 എന്നതിന്റെ എന്താണ് അതിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്? മിലിറ്ററി ഇന്റലിജൻസ് സെക്ഷൻ 6. ഈ സീക്രട്ട് ഇന്റലിജൻസ് സർവീസസ് എന്ന പേരിലും ഈ ബ്രിട്ടീഷ് ചാര ഏജൻസി അറിയപ്പെടുന്നുണ്ട്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്യുകയാണ് 1909 ആരംഭിച്ച MI6ന്റെ ദൗത്യം എന്ന് പറയുന്നത്. സി എന്ന രഹസ്യനാമത്തിലാണ് MI6 മേധാവി അറിയപ്പെടുക. അപ്പൊ അതിന്റെ ആദ്യത്തെ 100 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഫീമെയിൽ ചീഫ് അവിടെ വരാനായിട്ട് പോകുന്നത്. അത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഹു ഈസ് ദ ഫസ്റ്റ് ഫീമെയിൽ ചീഫ് ഓഫ് MI6 എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? The right answer is Blaise Florence Machiavelli is the first ever female chief appointed in MI6 അഥവാ മിലിറ്ററി ഇന്റലിജൻസ് സെക്ഷൻ 6. ഓക്കെ, അപ്പോ ബ്രിട്ടന്റെ രഹസ്യാന്വേഷണ സംഘടനയായിട്ടുള്ള MI6ന്റെ പുതിയ മേധാവിയായിട്ട് ബ്ലേസ് മെട്രോവെല്ലിയെ നിയമിച്ചിരിക്കുകയാണ്. 1999 ഇന്റലിജൻസ് സർവീസിൽ ചേർന്ന ബ്ലേസ് 47 വയസ്സാണ് കേട്ടോ. സംഘടനയുടെ 18ാമത്തെ മേധാവിയാണെങ്കിലും ആദ്യത്തെ ഫീമെയിൽ ചീഫാണ്. MI6ന്റെ 116 വർഷത്തെ ചരിത്രത്തിൽ, 100 വർഷമല്ല 116 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിത ഈ പദവിയിൽ എത്തുന്നത്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇത് നരവംശാസ്ത്ര പഠനം എന്ന് പറയുന്നത് എന്താണ്? ആന്ത്രോപോളജിയാണ്. ആ പഠനം പൂർത്തിയാക്കിയ ബ്ലേസ് മധ്യപൂർവ്വ ദേശത്തും യൂറോപ്പിലും സേവനം അനുഷ്ഠിച്ചിരുന്നു. സോ ഹു ഈസ് ദ ഫസ്റ്റ് ഫീമെയിൽ ചീഫ് ഓഫ് MI6? ബ്ലേസ് ഫ്ലോറൻസ് മെട്രോവെല്ലി. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്, 9ാമത്തെ ചോദ്യം. ഹു ഈസ് ദ കറന്റ് പ്രൊവോസ്റ്റ് ഓഫ് MIT? MITയുടെ കറന്റ് പ്രൊവോസ്റ്റ് ആരാണെന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ആനന്ദ ചന്ദ്ര
Chandrakasan. Ananda Chandrakasan, a Chennai-born engineer and academic, has been named the next provost of the MIT, becoming the first Indian American to hold the position in university's history. അതായത് ലോകത്തെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമാണ് MIT എന്ന് പറയുന്നത്. അതിന്റെ പ്രൊവോസ്റ്റ് ആയിട്ട് ഇന്ത്യൻ വംശജനായിട്ടുള്ള പ്രൊഫസർ ആനന്ദ പി ചന്ദ്രകാസൻ നിയമിതനായിരിക്കുകയാണ്. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ആര്? ആനന്ദ ചന്ദ്രഹാസൻ. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ്. അമേരിക്കൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തില് വൈസ് ചാൻസലർക്ക് തുല്യമായ പദവിയാണ് ഏത്? പ്രൊവോസ്റ്റ് എന്ന് പറയുന്നത്. അമേരിക്കൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തില് വൈസ് ചാൻസലർ, VC എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഓരോ യൂണിവേഴ്സിറ്റി VC എന്ന് പറയുന്ന പോലെ അതിന് ഇക്വാലിറ്റി ആയിട്ടുള്ള ഒരു പദവി തന്നെയാണ് ഏത്? പ്രൊവോസ്റ്റ് എന്ന് പറയുന്നത്. സോ കറന്റ് പ്രൊവോസ്റ്റ് ഓഫ് MIT ആരാണ്? ആനന്ദ ചന്ദ്രഹാസൻ ആണ്. അദ്ദേഹത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. Chandrahasan, brings with him nearly 2 decades of experience at MIT. MIT experience ആണ് അദ്ദേഹത്തിന് 2 decades of experience. Since January 2024, he has served as the Chief Innovation and Strategy Officer ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. Chief Innovation and Strategy Officer. He has also held the position of Dean of Engineering since July 2017, where he played a key role in expanding interdisciplinary initiatives and industry partnerships. Head of the Department of Electrical Engineering and Computer Science from 2011 to 2017 and Director of MIT Microsystems Technology Laboratories between 2006 and 2011. So, Chandrakasan become the current provost of MIT. MITക്ക് ആദ്യമായിട്ട് ഇന്ത്യൻ പ്രൊവോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. അമേരിക്കൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തില് വൈസ് ചാൻസലർക്ക് തുല്യമായ പദവിയാണ് ഈ പ്രൊവോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഇന്ത്യക്കാരനായി മാറിയിരിക്കുകയാണ്. ആരാണത്? ചന്ദ്രകാസൻ. ഓക്കെ, ഇനി അവസാനത്തെ ചോദ്യമാണ് 10ാമത്തെ ചോദ്യം. Which 2 countries does the Strait of Hormuz separate? എന്താണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറഞ്ഞാൽ? ഹോർമൂസ് കടലെടുക്കുക ഏത് 2 രാജ്യങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് 2 രാജ്യങ്ങളെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് സെപ്പറേറ്റ് ഇറാൻ ആൻഡ് ഒമാൻ, കണക്ടിങ് ദ പേർഷ്യൻ ഗൾഫ് വിത്ത് ദ ഗൾഫ് ഓഫ് ഒമാൻ ആൻഡ് ദ അറേബ്യൻ സീ. അതായത് ഇറാന്റെയും ഒമാന്റെയും സമുദ്രത്തിനുള്ളിലാണ് ഹോർമൂസ് കടലെടുക്കുക സ്ഥിതി ചെയ്യുന്നത്. പേർഷ്യൻ ഗൾഫിനെ ഗൾഫ് ഓഫ് ഒമാനുമായും അതുവഴി അറബിക്കടലുമായും ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഇടനാഴിയാണ് ഏത്? സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത്. കടലിടുക്കിന്റെ ആകെ നീളം എന്ന് പറയുന്നത് 167 കിലോമീറ്റർ ആണ്. ദിവസം 2 കോടി ബാരൽ എണ്ണ വീതം ഇതുവഴി കടന്നു പോകുന്നു എന്നാണ് കണക്ക്. 2 കോടി എണ്ണ. ഇത് ആഗോള പ്രതിദിന എണ്ണ ഉപഭോഗത്തിന്റെ 1/5 ഭാഗം മാത്രമാണ് വരിക. ഓക്കെ, അതുപോലെ തന്നെ ഈ ഹോർമൂസ് സ്ട്രെയിറ്റ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? 100 കിലോമീറ്ററിൽ താഴെ മാത്രം വീതിയുള്ള ഹോർമൂസ് കടലിടുക്കിനെ ലോകത്തിന്റെ ഊർജ ധമനി എന്നാണ് അറിയപ്പെടുന്നത്. ഗൾഫ് രാജ്യങ്ങൾക്കും ഇറാനും ഇടയിലെ ഉൾക്കടലിന്റെ പ്രവേശ കവാടമായിട്ടുള്ള ഹോർമൂസ് ലോക എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന സമുദ്ര സഞ്ചാര പാതയാണ് എന്നതിലാണ് ഈ വിശേഷണം വരാനുള്ള കാരണം. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിലേക്ക് ലോകം ആശങ്കയോടെയാണ് നോക്കുന്നത്. കാരണം എന്താണ്? ജൂൺ 13-ന് ഇസ്രായേൽ ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് ആരംഭിച്ച സംഘർഷം ഇറാന്റെ പ്രത്യാക്രമണങ്ങളെ തുടർന്നും അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണത്തെ തുടർന്നുമാണ് ആശങ്കാജനകമായ നിലയിലേക്ക് വളർന്നിട്ടുള്ളത്. ഹോർമൂസ് വഴിയുള്ള എണ്ണ വ്യാപാരത്തിന്റെ വഴി അടഞ്ഞതിനാൽ ആഗോള ഊർജ പ്രതിസന്ധിയാണ് ഇതുവഴി കാത്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ഊർജ ധമനിയാണ് ഏത്? ആശങ്കയുടെ കടലെടുക്ക് എന്നറിയപ്പെടുന്ന ഹോർമൂസ് കടലെടുക്ക്, അല്ലെ? ഹോർമൂസ് കടലെടുക്ക് ലോകത്തിലെ എണ്ണ പ്രകൃതിവാതക നീക്കത്തിന്റെ 30% ഹോർമൂസ് കടലെടുക്ക് വഴിയാണ്. എണ്ണ സമ്പന്ന രാഷ്ട്രങ്ങളായിട്ടുള്ള സൗദി അറേബ്യ, UAE, കുവൈത്ത്, ഖത്തർ, ഇറാൻ, ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളും പ്രകൃതിവാതകവും ലോകത്തിലെ വിവിധ ഇടങ്ങളിലേക്ക് വമ്പൻ ടാങ്കറുകളിൽ കൊണ്ടുപോകുന്നത് 33 മുതൽ 95 കിലോമീറ്റർ വരെ വീതിയുള്ള ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് കേട്ടോ. 33 മുതൽ 95 കിലോമീറ്റർ നീളമുള്ള എന്താണ്? ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് വീതി വെറും 33 കിലോമീറ്റർ ആണ്. ഇവിടെ കപ്പൽച്ചാലിന്റെ വീതി ഏതാനും കിലോമീറ്ററുകൾ മാത്രമാണ്. ഹോർമൂസ് വഴിയുള്ള എണ്ണ വ്യാപാരത്തിന്റെ 80% ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ്. ബാക്കി വരുന്ന 20% യൂറോപ്പിലേക്കുമാണ്. അപ്പൊ ഹോർമൂസ് കടലിടുക്ക് വഴി കൊണ്ടുപോകുന്ന എണ്ണയില്
കൂടുതലും എവിടേക്കാണ്? സൗദി അറേബ്യയിലേക്കുമാണ്. പ്രകൃതിവാതക വ്യാപാരത്തിലും കൂടുതലും ഖത്തറിലേക്കുമാണ്. അപ്പൊ ഹോർമൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് രാജ്യങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് അല്ലെ. ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയുടെ 40% പ്രകൃതിവാതകത്തിന്റെ 55% ഹോർമൂസിലൂടെയുള്ള ടാങ്കറുകൾ വഴിയാണ് എത്തുന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ ആശങ്കയുടെ കടലിടുക്ക് എന്നറിയപ്പെടുന്ന ഹോർമൂസ് കടലിടുക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇറാന്റെയും ഒമാന്റെയും സമുദ്രത്തിനുള്ളിലാണ് ഹോർമൂസ് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ജൂൺ മാസത്തിലെ അവസാനത്തെ ആഴ്ചയിലെ കാര്യങ്ങൾ നമ്മൾ നോക്കിയത്. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.